ആ ചെറുക്കനെ മാത്രം വിട്ടുകളയില്ലേ മോളെ. അത്തരമൊരു ചെക്കനെ നമ്മളുടെ ഫാമിലിക്ക് സെറ്റ് ആവുക. ലേഡി വിജയ് ദേവർ കൊണ്ടുപോയ പോലെ ഓരോ നിമിഷം ഓരോ കിസ്സായിരിക്കും തരിക. അത് സഹിക്കാൻ പറ്റാതെയാണ് സന്യാസി ആവെന്ന് വിചാരിച്ചത്. വരുന്ന ഏകാദശിടന്ന് നിങ്ങൾക്ക് സന്യാസം സ്വീകരിക്കാം. സന്തോഷം. മമ്മി, റാം സന്യാസം സ്വീകരിക്കാൻ പോവാണത്ര. കല്യാണത്തിന് ശേഷം എല്ലാരും അങ്ങോട്ടല്ലേ മോളെ പോവാ. എന്തായാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബാക്കി നമുക്ക് നോക്കാം. മാഡം, അച്ഛനില്ലാത്ത മോളല്ലേ, ലാളിച്ചാ വളർത്തിയത്. എപ്പോഴും ഇങ്ങനെ അച്ഛനില്ലാത്ത കുട്ടി എന്ന് പറയാതെ സൊസൈറ്റി റോങ് മീനിങ്ങിൽ എടുക്കും. നീ എന്താ ചെയ്യുന്നത്? നിനക്കൊരു സ്ട്രോങ് ഓട്ടോഗ്രാഫ് തരേണ്ട സമയമായി. അച്ഛനില്ലാത്ത പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് എന്തിനാ? ബീദറില് ബീർ ഫാക്ടറി ഉണ്ട് അച്ഛാ. 10 രൂപ ചെലവ് ചെയ്തണ്ടല്ലോ, 110 കിട്ടും നമുക്ക്. സത്യമാണോടാ? അല്ല, നീ എന്താ ഇവിടെ? എനിക്ക് ഫീവർ കുറഞ്ഞല്ലോ. അപ്പൊ അബിയുടെ ലവ് അവനും അവന്റെ ഒരു വേസ്റ്റ് ലവും. ഇങ്ങോട്ട് നോക്ക്. നീ പ്രേമിച്ച ഈ പെണ്ണ് വൈൻ ഷോപ്പില് ബിയർ ബോട്ടിൽ പോലെയാ. അതും 110 രൂപയേ ഉള്ളൂ. അവൻ പ്രേമിച്ച പെണ്ണ് കുടിച്ച് വലിച്ചെറിഞ്ഞ ബിയർ ബോട്ടിൽ പോലെയാ. ജസ്റ്റ് 2 rupees. അത് മാത്രമല്ല, നിന്റെ അമ്മായിമ്മ ഉണ്ടല്ലോ, ഗ്ലാസ്സിലാ മദ്യം, ഐസ് ക്യൂബ്സ്, പിന്നെ സോഡ മിക്സ് ചെയ്യുന്ന സ്റ്റൈല്. എന്റെ അമ്മോ, ഹൈലി അപ്ഡേറ്റഡ് ഫാമിലി. ഈ ബന്ധം ഉറപ്പിച്ചു. അപ്പൊ ഈ കാര്യം അബിന്റെ അടുത്ത് പറഞ്ഞേക്കച്ചാ. അബിയോട് പറയാൻ ഞാനിത് ഫ്ലൈറ്റ് പിടിച്ച് അമേരിക്കയിലേക്ക് പോണോ, അല്ലമ്മ കപ്പൽ കയറി സിലോണിലേക്ക് പോണോ? അവൻ നിനക്കുള്ളിലാ ഉള്ളത്. നീ ഔട്ട് ആയിക്കോ, അവൻ ഇന്നായിക്കോളും. സ്റ്റാർട്ട് DTS. പറഞ്ഞ അവന്റെ ഒടുക്കത്തെ കുപ്പത്തൊട്ടിയിലിടുന്ന ലവ് സ്റ്റോറി. ആരുടെ ലവ് സ്റ്റോറിയാടാ കുപ്പത്തൊട്ടി കൊണ്ടിടേണ്ടത്? നിന്റെതാടാ വേസ്റ്റ് ലവ് സ്റ്റോറി. ഒരു ഉമ്മയുമില്ല, ഒരു കുന്തവുമില്ല. നിന്റെ അമ്മായപ്പെട്ട മോന്ത കണ്ടിട്ടുണ്ടോ നീ? എന്തോ മഹാവ്യാധി പിടിച്ച പോലെയാ. അവൻ തന്നെ ഒന്നിനും കൊള്ളാത്തവനാ. വിരലിൽ പോലും എക്സ്ട്രാ ഉണ്ടാവാൻ പാടില്ലത്രേ. വിവരദോഷി. എടാ ഇങ്ങോട്ട് വാടാ. ആ രാമിന്റെ ലവർ ആരാണെന്നറിയോ? നമ്മൾ ദിവസവും കുടിക്കുന്ന ബിയർ ഫാക്ടറിയുടെ ഉടമ. സോ നിന്റെ ഹാർട്ട് തിയേറ്ററിൽ നിന്റെ ലവർ ഹാപ്പിയുടെ പടം എടുത്ത് മാറ്റി ആശ്ചര്യയുടെ പടം ഓടിക്ക്. ഡാഡി, ഹാർട്ട് സിനിമ തിയേറ്റർ ഒന്നുമല്ല, ആഴ്ചയിലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. എന്റെ ലവ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഈ അബിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. രാമന്റെ ലവർ സായിബാബ അമ്പലത്തിലുണ്ടാവും നോക്കിയാ ഇവിടെന്താ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്ന? അബി, നോ, അത് നമ്മുടെ ടൈപ്പ് അല്ല. വിഷമിക്കരുത്. ഹാപ്പി മാത്രമാണ് നമ്മുടെ പെൺകുട്ടി. വന്ന ജോലി തീർത്തിട്ട് പോയി കളയാം. വാ. ഇതാരാ? എന്റെ കൂടെ ബ്രഹ്മചര്യ മഠത്തിൽ ചേരണമെന്ന് പറഞ്ഞ് കൂടെ വന്നിരിക്കുക. എന്താ റാം ഇത്? നമ്മുടെ ഫേക്ക് ലവ് സ്റ്റോറി നിന്റെ അച്ഛനമ്മ വിശ്വസിച്ചോ? എന്ത് ഫേക്ക് ലവ് സ്റ്റോറി? റാമിന് വേദങ്ങളും പുരാണങ്ങളും സന്യാസമൊക്കെയാണ് ഇഷ്ടം. ഇവന്റെ അച്ഛന് കല്യാണം, കുട്ടികൾ, കുടുംബം അതൊക്കെയാണ് ഇഷ്ടം. സോ ഒരു ഫേക്ക് ലവ് സ്റ്റോറി ഉണ്ടാക്കി ഇവന്റെ അച്ഛനങ്ങ് വിശ്വസിച്ചു. അങ്ങനെയല്ലേ റാം? രാം അടിപൊളി പ്ലാനാണല്ലോ ഉണ്ടാക്കിയത്. ഒരു പക്ഷേ ഇവന്റെ ഡാഡി വിശ്വസിച്ച നിങ്ങളുടെ കല്യാണം നടത്തില്ലേ? കല്യാണത്തിന് മുൻപ് ഞാൻ US ജംപ്. ഒരു മാസത്തിന് ശേഷം ഞാൻ ഫോൺ ചെയ്ത് സോറി അങ്കിൾ, എനിക്കൊരു NRI കിട്ടി, കല്യാണം ക്യാൻസൽ എന്ന് പറയും. അതിനുശേഷം ഇവൻ
ആശ്ചര്യ എന്നെ പറ്റിച്ചു കളഞ്ഞു വച്ചാ എനിക്ക് ഇവരുടെ കൂടെ പോവാനാണ് ആഗ്രഹം. എന്ന് പറയും. ഇതല്ലേ നമ്മുടെ പ്ലാൻ. അതെ അതെ. എടാ രാമ, ഭക്തി ചാനൽ കാണുന്ന നിനക്ക് തന്നെ എത്ര ഉണ്ടെങ്കിൽ FTV കാണുന്ന എനിക്ക് എത്ര ഉണ്ടാവൂടാ. ഇവനുണ്ടല്ലോ. ബൈ ആശ്ചര്യ. ബൈ ബേബി. അവനും അവന്റെ ഒരു സന്യാസം കൊന്നു കളയും ഞാൻ അവനെ. ഡാഡി, നോ ബിയർ ഫാക്ടറിയാ? ഞാനാണെങ്കിൽ NTRനെ പോലെ ഒരു 14 കുട്ടികൾക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൻ അണ്ണാസാരാകെന്ന് പറയുന്നു. കാണിച്ചു തരാം ഈ അബിയുടെ പവർ എന്താണെന്ന് കാണിച്ചു തരാം. എടാ രാമേ, ഷോക്ക് തരാം, വാങ്ങിച്ചോ. എല്ലാ ട്രാവൽസും അവൈലബിൾ ആണ്. പറഞ്ഞോളൂ, നിങ്ങൾക്ക് 1 ഡേ ട്രാവൽ ആണ് വേണ്ടത്? ഡേ ആൻഡ് നൈറ്റ് ട്രാവൽ വേണോ അല്ല 7 ഡേയ്സ് ട്രാവൽ വേണോ? എന്താ വേണ്ടേ? ഒന്നുമില്ല. ബ്രഹ്മചര്യ മഠത്തില് ഒരാള് സന്യാസി ആവണമെന്ന് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. 25 വയസ്സ് പ്രായമുള്ള നീ സണ്ണി ലിയോണ് ചോദിക്കാതെ സന്യാസം വേണമെന്നോ? ഡൈവേർഷൻ ആന്റിയെ പോലെ അവനെ ഡൈവേർട്ട് ചെയ്ത് പെണ്ണുങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യിപ്പിക്കണം. ചമക്ക് ചമക് ചാ. ആ, ശ്രുതി ട്രാവൽസ്, കാവേരി ട്രാവൽസ്, രമ ട്രാവൽസ്, ഇധർ ദേഖോ. അതിരിക്കട്ടെ, ഓടിക്കുന്നത് ആരാ? ഞാൻ തന്നെ. അത് ശരി, ഇവിടെ കുടുംബം കളിക്കാൻ വന്നതാണോ? ആ, ഫോളോ ചെയ്ത് പുറകെ വന്നതാണ്. ഇവിടെയാണെങ്കിൽ ഇവൻ കൊറേ പെമ്പിള്ളേരുടെ കൂടെ മുറിയിലേക്ക് പോവാണ്. പെമ്പിള്ളേരോ? ആ ട്രാവൽസിന്റെ നമ്പർ നീ ഇങ്ങോട്ട് അയക്കേ. ഞാനൊന്ന് കളിച്ചിട്ട് കുറെ ദിവസങ്ങളായി. ചെറിയച്ചാ, എന്താടി നാടൻ കളിക്കാണോ നീ? സിൻസിയറായിട്ട് ആലോചിക്കുമ്പോ പറ്റിക്കാൻ നോക്കുന്നോടി പെണ്ണെ. വേണ്ട അമ്മോ, വേണ്ട 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 അമ്മോ. പോരെ അയ്യോ, പോരെ. നോ നോ. എന്റെ ഈശ്വരോ, നല്ല പ്ലാൻ ആണല്ലോ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് എസ്കേപ്പ് ആയാൽ മതിയാവും. ഇവിടുന്ന് ഇപ്പൊ എങ്ങനെയാ പോവുക? ഇപ്പൊ ശബ്ദം കേൾക്കുന്നില്ലല്ലോ, വളരെ സൈലന്റ് ആണല്ലോ. ചമക് ചമക് ട്രാവൽസിന്റെ അഭിമാനം നിങ്ങൾ രക്ഷിച്ചോ ഗേൾസ്. പപ്പടം വിറ്റ് ജീവിച്ചാലും ഞാൻ എന്റെ ശരീരം വിറ്റ് ജീവിക്കില്ല. അദ്ദേഹം ദൈവത്തെ പോലെയാണോ? സാരി വിറ്റ് ജീവിക്കും ഞാൻ, പക്ഷെ സാരി അഴിച്ച് ജീവിക്കില്ലടാ. ആ പയ്യൻ ദൈവമാടാ. അദ്ദേഹം രാമനാണ്. ഇനി ഇവളെന്താണോ ചെയ്യാൻ പോകുന്നത്? അവൻ ആള് നല്ലവനാന്ന് തോന്നുന്നു.